UAEക്ക് നേരെ ഇന്നും ഇറാന്റെ മിസൈൽ ആക്രമണം. വ്യോമ പ്രതിരോധ സേന ഇറാനിൽ നിന്ന് വന്ന 9 ഡ്രോണുകളെ പ്രതിരോധിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഫെബ്രുവരി 28 മുതലുള്ള ആക്രമണങ്ങളിൽ സായുധ സേനയിലെ 3 അംഗങ്ങൾ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റവരുടെ എണ്ണം 166 അതത് രാജ്യങ്ങളിലെ ഔദ്യോഗിക ഏജൻസികൾ നൽകുന്ന വാർത്തകൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ ആവേശമില്ല, ഊഹാപോഹങ്ങളില്ല, തികച്ചും ആധികാരികമായ വാർത്തകൾ മാത്രം. UAEയിൽ കനത്ത മഴയും ഇടിമിന്നലും, രാജ്യത്തുടനീളം സുരക്ഷാ മുന്നറിയിപ്പ്, റോഡുകളിൽ വേഗത കുറയ്ക്കാൻ നിർദ്ദേശം. വെള്ളിയാഴ്ച വരെ കനത്ത മഴയും ഇടിമിന്നലും ശക്തമായ കാറ്റും ഉണ്ടാകും. ഇന്ന് രാജ്യത്തുടനീളം കനത്ത മഴ അനുഭവപ്പെടുന്നുണ്ട്. രാത്രിയിൽ സ്ഥിതിഗതികൾ ക്രമേണ മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. നാളെ മഴ ചെറുതായി കുറയുമെങ്കിലും മറ്റന്നാൾ അതിതീവ്ര മഴയുണ്ടാകാനാണ് സാധ്യത. വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. കുത്തനെയുള്ള ഇടിമിന്നൽ പ്രതീക്ഷിക്കുന്നതിനാൽ അതീവ സുരക്ഷിതരായിരിക്കണമെന്ന് UAEയുടെ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. താമസക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ ആവർത്തിച്ച് പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. കനത്ത മഴ കണക്കിലെടുത്ത് സ്മാർട്ട് പാർക്കിംഗ് യാർഡുകൾ ഒഴികെ ഷാർജയിൽ പൊതു പാർക്കിംഗ് ഫീസുകൾ ഒഴിവാക്കിയത് ഇന്നും തുടരും. പല വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുകയാണ്. യാത്രക്കാർ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് വിമാനനില പരിശോധിക്കണമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. ഇറാനിലെ യുദ്ധം വിജയിച്ചു എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. We got to finish the job, right? Over the past 11 days, our military has virtually destroyed Iran. ഇറാൻ അമേരിക്കയുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ തയ്യാറാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എങ്കിലും US ഏത് ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായാണ് ഇത് സംബന്ധിച്ച് സംസാരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഇറാൻ സൈന്യം നയതന്ത്ര ശ്രമങ്ങളെ പരിഹസിക്കുകയും ഇസ്രയേലിനും അറേബ്യൻ ഗൾഫ് മേഖലയ്ക്കും നേരെ കൂടുതൽ ആക്രമണങ്ങൾ തുടരുകയുമാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് നേരെ ഇന്ന് ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായെങ്കിലും ആളപായമൊന്നും സംഭവിച്ചില്ല. വെടിനിർത്തലിനായി ഇറാന് 15 പോയിന്റ് പദ്ധതികളുമായി അമേരിക്ക. ഇറാന് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം അവസാനിപ്പിക്കാമെന്നും സിവിലിയൻ ആണവ സഹകരണം നൽകാമെന്നും ഇതിന് പകരമായി ഇറാൻ ആണവ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങണമെന്നും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിരീക്ഷണത്തിന് വിധേയമാകണമെന്നും മിസൈൽ പരിധികൾ കുറയ്ക്കണമെന്നും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നുമാണ് ആവശ്യം. പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് AFP റിപ്പോർട്ട് ചെയ്തതാണ് ഈ വിവരം. ചർച്ചകൾക്ക് ഇടനിലക്കാരാകാൻ പാകിസ്ഥാൻ നേരത്തെ സമ്മതിച്ചിട്ടുണ്ട്. ഇറാന് ഈ നിർദ്ദേശങ്ങൾ ലഭിച്ചതായി പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസമേകുന്ന നിർദ്ദേശങ്ങളാണ് ഇത്. അമേരിക്ക വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നതിനിടയിലും മേഖലയിലെ എല്ലാ US നീക്കങ്ങളെയും പ്രത്യേകിച്ച് സൈനിക വിന്യാസങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഇറാൻ. US സൈനികർ വാസ്തവത്തിൽ നെതന്യാഹുവിൻ്റെ വ്യാമോഹങ്ങൾക്ക് ഇരയാകുമെന്നും ഭൂമിയെ സംരക്ഷിക്കാനുള്ള തങ്ങളുടെ ദൃഢനിശ്ചയത്തെ ഇനിയും പരീക്ഷിക്കരുതെന്നും ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഗ് മുന്നറിയിപ്പ് നൽകി. ഒരു വശത്ത് വെടിനിർത്തൽ പറയുമ്പോഴും അമേരിക്കയുടെ 82ാമത് എയർബോൺ ഡിവിഷനിൽ നിന്നുള്ള 1000-ലധികം സൈനികരെ മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കുന്നുണ്ടെന്നും 5000 മറൈനുകളെയും ആയിരക്കണക്കിന് നാവികരെയും ഈ മേഖലയിലേക്ക് ചേർക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാന്റെ മുന്നറിയിപ്പ്. സൗദിയിലും ഒമാനിലും മഴ മുന്നറിയിപ്പ്. ശനിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. സൗദിയിലെ മക്ക, മദീന, റിയാദ്, തബൂക്ക്, അൽജൗഫ്, ഹായിൽ, വടക്കൻ അതിർത്തികൾ, അൽബഹ, അസീർ, ജസാൻ, നജ്റാൻ, ഖാസിം എന്നിവിടങ്ങളിലെല്ലാം കനത്ത മഴയും ഇടിമിന്നലുമാണ് പ്രതീക്ഷിക്കുന്നത്. വെള്ളപ്പൊക്കവും ആലിപ്പഴവർഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. സൗദിക്ക് നേരെ ഇന്നും ഇറാന്റെ മിസൈൽ ആക്രമണം. രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്ത് ഒരു ഡ്രോൺ തടഞ്ഞു നിർത്തി നശിപ്പിച്ചതായി സൗദിയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ വിഷവാതകം ശ്വസിച്ച് മലപ്പുറം സ്വദേശി മരിച്ചു. അസീസിയയിലെ താമസ സ്ഥലത്ത് മലിനജല പൈപ്പ് വൃത്തിയാക്കാൻ ഉപയോഗിച്ച ആസിഡിൽ നിന്നുള്ള വിഷവാതകം ശ്വസിച്ചാണ് വേങ്ങര നെടുമ്പറമ്പ് കാങ്കടക്കടവൻ ഇസ്മായിൽ മരിച്ചത്. 51 വയസ്സായിരുന്നു. സയ്യിദ് ഷാഹുൽ ഹമീദ് തങ്ങൾ മാളിക അന്തരിച്ചു. 53 വയസ്സായിരുന്നു. ദുബായിലും നാട്ടിലും സാമൂഹിക, ജീവകാരുണ്യ, സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന ഷാഹുൽ ഹമീദ് തങ്ങൾ കാസർഗോഡ് കുമ്പള സ്വദേശിയാണ്. സൗദി ജിദ്ദയിൽ കണ്ണൂർ സ്വദേശി മരിച്ചു. ജിദ്ദ ഷറഫിയ റംദാൻ മസ്ജിദിന് സമീപം താമസിക്കുന്ന പൊന്ന്യത്തെ നൌഷാദ് ഉമ്മറാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു.